അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിൽ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും ഫോംസ് എങ്ങനെയാണ് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ഫോം ഓഫ് ദ പ്രസന്റ് ടെൻസ് വിച്ച് ഈസ് present continuous tense. So I will write here present continuous. So the active voice and passive voice. In active voice, simply the form is subject plus verb, ing form of the verb plus object. This is the form of the present continuous tense simply in active voice. Before that, subject plus is or are or plus verb plus ing form of the verb plus object. This is the form of the active voice in present continuous tense and past. Then the form of the passive voice എന്തായിരിക്കും? Subject plus is plus being plus past participle form ആയിരിക്കും. Is being past participle form of the verb പ്ലസ് ഏജന്റ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ചെയ്യുന്ന ആൾ, അതാണ് ഏജന്റ്. അപ്പോൾ ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ദ ആക്റ്റീവ് വോയിസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്. എക്സാമ്പിൾ ഈസ് they are playing cricket. This is an active voice and let's we have to make this passive active voice into passive voice. So first we take object then ഇതിൽ സബ്ജക്റ്റ് വരും, ഇതിൽ സബ്ജക്റ്റ് ഇതിൽ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ക്രിക്കറ്റ്, ദെൻ ഈസ്, ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈസ്, ദെൻ ബീങ്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ പ്ലേ എന്നാണ് എന്തായിരിക്കും? പ്ലേഡ് ബൈ ദ ഏജന്റ്. ആരാണ് ഏജന്റ്? ദേ എന്നുള്ളത് then ആകും. So this will be the passive voice of this sentence. Cricket is being played by them. They are playing cricket. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. And passive voice is cricket is being played by them. ക്രിക്കറ്റ് കളിക്കപ്പെട്ടു, അവരാൽ കളിക്കപ്പെട്ടു. അതായിരിക്കും അതിന്റെ മീനിങ് ആയിട്ട് വരിക. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ I will write he is washing clothes. അദ്ദേഹം വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. What will be the passive voice of this sentence? First we use clothes. Clothes ഇവിടെ പ്ലൂറൽ അല്ലേ? പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈസ് അല്ല ഉപയോഗിക്കുക, ആറായിരിക്കും. ഈസ് ഓർ ആർ ഉപയോഗിക്കാം, ആർ പ്ലൂറൽ ആയതുകൊണ്ട്. ദെൻ ലൈക്ക് അത് ബീങ് ഉപയോഗിക്കും. ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെബ് വാട്ട് വിൽ ബി ദ വാഷിന്റെ വാഷ്ഡ് എന്നായിരിക്കും. ക്ലോത്ത്സ് ആർ ബീങ് വാഷ്ഡ് ബൈ ഹിം. Clothes are being washed by him. So I will write another example. So I am drinking a tea. I am drinking a tea എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ how we can write this sentence into passive voice. Passive voice like ഈ സെന്റൻസ് മാറ്റുമ്പോൾ first we use tea, then is being, then ഡ്രിങ്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം എന്തായിരിക്കും? ഡ്രങ്ക്. Tea is being drunk by
by me. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫോമിനെ കുറിച്ച് സംസാരിച്ചു, പ്രസന്റ് ടെൻസിലെ സെക്കൻഡ് ഫോമിനെ കുറിച്ച് സംസാരിച്ചു. ഇനി തേർഡ് ഫോം, വാട്ട് വിൽ ബി ദ തേർഡ് ഫോം? തേർഡ് ഫോം ഈസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. അതിന്റെ ആക്റ്റീവ് വോയിസിന്റെ ഫോം എന്തായിരിക്കും? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് past participle form of the verb. This will be the form of the present perfect tense in active voice. The passive voice il endayirikkum adhe form? Subject plus has or have plus been ഉപയോഗിക്കും, been യൂസ് ചെയ്യും, പ്ലസ് past participle form of the verb and plus agent. This will be the form. I will write some examples of active voice, then we will make that active voice into passive voice. So here is the examples. I have written a novel. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഇതിനെ പാസീവ് വോയിസ് എങ്ങനെയാക്കുക? ഫസ്റ്റ് വി യൂസ് എ നോവൽ, ദെൻ വി യൂസ് നോവലിലെ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹാസ് ഉപയോഗിക്കും, ഹാസ് ബീൻ, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഓഫ് ദ റൈറ്റിംഗ് റിട്ടൺ എന്ന് തന്നെയാണ്, ആൻഡ് പ്ലസ് ഏജന്റ് ബൈ, ഏജന്റ് ആരാണ്? ബൈ മീ, ഐ എന്നുള്ളത് മീ ആണ്. അപ്പോൾ ഐ ഹാവ് റിട്ടൺ എ നോവൽ എന്നുള്ളത് പാസീവ് വോയിസിലാക്കിയപ്പോൾ എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ എന്നായി. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് Ramu has forgotten the poem. Ramu has forgotten the poem. രാമു കവിത മറന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പാസീവ് വോയിസിലാക്കണം. സോ വി യൂസ് ദ പോയം ഫസ്റ്റ്, ദ പോയം, then has, then been, then past participle of the form forgotten തന്നെയാണ്, forgotten by agent Ramu. The poem has been forgotten by Ramu. So this will be the passive voice of this sentence. And present perfect continuous ഉണ്ടല്ലോ, ഫോർത്ത് ഫോം ആയിട്ടുള്ള പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും അതുപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഇങ്ങനെ ഫോർത്ത് ഫോമായ പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും ഫ്യൂച്ചറിന്റെയും ഫോർത്ത് ഫോമായ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നിവയ്ക്ക് പാസീവ് വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ ബി കെയർഫുൾ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ ഫസ്റ്റ് ഫോം ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റിലെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എങ്ങനെയാണെന്ന് നോക്കാം. സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെബ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെബ് പ്ലസ് ഒബ്ജക്റ്റ്. ദിസ് വിൽ ബി ദ ഫോം. അതിന്റെ പാസീവ് വോയിസിന്റെ ഫോം എന്തായിരിക്കും? സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ആയതുകൊണ്ട് വാസ് ഓർ were plus past participle form of the verb plus agent. This will be the form. So we have to write some examples. Example for the active voice in past tense. Raman killed Ravana.
രാമൻ രാവണനെ കൊന്നു. And what will be the passive voice of this? And of course this ഇതാണ് ഇതിൽ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ രാവണ ഫസ്റ്റ് വരും. രാവണ വാസ് പാസ്റ്റ് ടെൻസ് കിൽഡ് അല്ല, പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് എന്തായിരിക്കും? കിൽഡ് തന്നെ ആയിരിക്കും. രാവണ വാസ് കിൽഡ് ബൈ Raman. Ravana was killed by Raman. The another example is they saw a cinema. അവർ ഒരു സിനിമ കണ്ടു. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലാക്കുമ്പോൾ സിനിമ വാസ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെബ് എന്തായിരിക്കും? സീ എന്നുള്ളതിന്റെ സീൻ എന്നായിരിക്കും, പ്ലസ് ഏജന്റ് ആയിരിക്കും, ബൈ ദം. സിനിമ വാസ് സീൻ ബൈ ദം. ആൻഡ് I will give another example. She bought 2 pencils. അവള് 2 പെൻസിൽ വാങ്ങി. അതിന്റെ പാസീവ് വോയിസ് എന്തായിരിക്കും? പെൻസിൽസ് പ്ലൂറൽ ആയതുകൊണ്ട് വേർ. ആൻഡ് ബോട്ട് എന്നുള്ളത് ബൈന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടെൻസ് എന്തായിരിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3 ഫോം. ബൈ ബോട്ട് എങ്ങനെയായിരിക്കും? ബോട്ട്. പെൻസിൽസ് വേർ ബോട്ട്. ഇവിടെ പെൻസിൽസ് എത്ര പെൻസിൽ ഉണ്ട്? 2 പെൻസിൽസ്. 2 പെൻസിൽസ് വേർ ബോട്ട് ബൈ ഷീ എന്നുള്ളത് ഹെർ ആണ്. 2 pencils were bought by her. And I will give one more example. We saw the stars in the sky. And the passive voice will be, ഇവിടെ ലാസ്റ്റ് ഉള്ള ഒബ്ജക്റ്റ് എന്താണ്? സ്റ്റാർസ് എന്നാണ്. അപ്പോൾ ദ സ്റ്റാർസ്, സ്റ്റാർസ് പ്ലൂറൽ ആയതുകൊണ്ട് ദ സ്റ്റാർസ് വെയർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് V3 ഫോം ഓഫ് ദ സീ എന്നാണ് സീൻ. വി യൂസ് ഇവിടെ ബാക്കി കുറച്ച് റിമൈനിങ് സംഭവം ഉണ്ടല്ലോ, ഇൻ ദ സ്കൈ, അത് ഇവിടെ ചേർക്കും. ഇൻ ദ സ്കൈ ബൈ ഏതിൻ്റെ ഏതാണ്? By V എന്നുള്ളത് us ആണ്. The stars were seen in the sky by us. That will be the passive voice of that sentence. So students, try to change the more active voice into passive voice and vice versa. കൂടുതൽ ആക്റ്റീവ് വോയിസ് സെന്റൻസുകളെ പാസീവ് വോയിസുകളാക്കും തിരിച്ചും നിങ്ങൾ ചെയ്തു നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീട്ടിലിരുന്ന്. സോ ദാറ്റ്സ് ഓൾ ടുഡേസ് ക്ലാസ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സെക്കൻഡ് ഫോം പാസ്റ്റ് ടെൻസിന്റെ സെക്കൻഡ് ഫോമായ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതായിരിക്കും.